ഹേ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് എൻ്റെ ഫസ്റ്റ് സോളോ ഡേറ്റ് വ്ളോഗാണ് കേട്ടോ. ഞാൻ പൊതുവേ അങ്ങനെ സോളോ ആയിട്ട് അതായത് ഒറ്റയ്ക്ക് ഞാൻ അവിടെ അങ്ങനെ പോകാറൊന്നുമില്ല. കാരണം എൻ്റെ ഒപ്പം എപ്പോഴും ആളുണ്ടാവും. എനിക്ക് എല്ലാവരും ഒന്നിച്ച് പോകാനാണ് ഇഷ്ടവും. ഇപ്പോഴാണെങ്കിലും മുമ്പേ ആണെങ്കിലും കോളേജിൽ പഠിക്കുന്ന സമയത്താണെങ്കിലും വർക്ക് ചെയ്യുമ്പോഴാണെങ്കിലും എപ്പോഴും ഞാൻ ഒറ്റയ്ക്ക് അങ്ങനെ പോലെ കുറവ് തന്നെ. ഇവൻ ഫുഡ് കഴിക്കാനാണെങ്കിലും ഷോപ്പിങ്ങിനാണെങ്കിലും എല്ലായിടത്തും പോകുമ്പോഴാണ് എൻ്റെ എൻ്റെ ഫ്രണ്ട്സും എല്ലാവരും ഉണ്ടാവലുണ്ട്. ഇവിടെ സിംഗപ്പൂർ വന്നതിന് ശേഷം എപ്പോഴും കുട്ടും ഉണ്ടാവും, അല്ലെങ്കിൽ ആരെങ്കിലും ഉണ്ടാവും ഒന്നിച്ച് തന്നെ. അപ്പോൾ എനിക്കങ്ങനെ സോളോ ആയിട്ട് പോകാനും വലിയ താല്പര്യമില്ല. കാരണം ഒറ്റയ്ക്ക് ഇങ്ങനെ മിണ്ടാണ്ടും പറയാണ്ടെല്ലാം പോകണ്ടേ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഓക്കെ ഫസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അങ്ങനെ ഉണ്ടാവും സോളോ ആയിട്ട് പോകുന്നതെന്ന്. പിന്നെ ഞാൻ ആലോചിച്ചത് എവിടെ പോകുന്നതെന്ന്. കാരണം കുറേ സ്ഥലമുണ്ട് പോകാൻ വേണ്ടിയിട്ട്. പക്ഷേ എവിടെ പോകും? ഞാൻ ഇതുവരെ പോകാത്തൊരു സ്ഥലത്തേക്ക് പോകണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. ഫസ്റ്റ് വിചാരിച്ചു ഓക്കെ ഞാൻ ചൈന ടൗൺ പോയിട്ടില്ല, അപ്പോൾ ചൈന ടൗൺ പോകാമെന്ന്. പിന്നെ വിചാരിച്ചു പോകാണ്ട് കുറച്ചും കൂടി പീസ്ഫുൾ ആയിട്ടുള്ള സ്ഥലത്ത് എവിടെയെങ്കിലും പോകാമെന്ന്. അങ്ങനെ ഞാൻ എൻ്റെ ഫ്രണ്ടിനോട് ചോദിച്ചിട്ട് മോള് പറഞ്ഞു എന്നോട് ഹോളണ്ട് വില്ലേജിലേക്ക് പോയിക്കോന്ന്. അപ്പോൾ അത്രയും ഹോളണ്ട് വില്ലേജ് എന്നുള്ളൊരു സ്ഥലം ഉണ്ട് എന്ന് തന്നെ ഞാൻ അറിയുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ അങ്ങോട്ടേക്ക് തന്നെ പോകാമെന്ന്. അപ്പോൾ പോകുന്നതിന് മുമ്പേ ഞാൻ ചെറാങ്കുണ്ടിൽ ഇറങ്ങിയിട്ട് അവിടെ ഒരു മോളിൽ കയറിയിട്ടുണ്ടായിരുന്നു. കാരണം എനിക്കൊരു പാൻറ്റ് വാങ്ങാനുണ്ടായിരുന്നു. അപ്പോൾ കുറേ നാളായി എനിക്കൊരു പാൻറ്റ് വാങ്ങണമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് തന്നെ എന്തായിട്ടും വാങ്ങാമെന്ന്. അന്ന് ഞാൻ H&Mൽ പോയ സമയത്ത് പാൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു എനിക്കിഷ്ടപ്പെട്ട. പക്ഷേ ഞാൻ അപ്പം വാങ്ങിയിട്ടില്ല, പിന്നെ വാങ്ങാമെന്ന് വിചാരിച്ചിട്ട്. പക്ഷേ ഇപ്രാവശ്യം പോയപാട് എനിക്കൊന്നും ഇഷ്ടപ്പെട്ടൊന്നും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ജസ്റ്റ് വിൻഡോ ഷോപ്പിംഗ് മാത്രം നടത്തിയിട്ട് വന്നു. പിന്നെ ഞാൻ യൂണിക്ലോയിലും കൂടി പോയിട്ടുണ്ടായിരുന്നു. കാരണം എന്തായാലും H&M ഒന്നും കിട്ടിയിട്ടില്ല. യൂണിക്ലോയിലും കൂടി പോയി നോക്കാം, ചിലപ്പോൾ ആടെ കിട്ടിയെങ്കിലോ എന്ന് വിചാരിച്ചിട്ട്. ആടെ ഒന്നും എനിക്ക് ഇഷ്ടപ്പെട്ടത് കിട്ടിയിട്ടില്ല. എപ്പോൾ എല്ലാം എന്തെങ്കിലും വാങ്ങണമെന്ന് വിചാരിച്ചിട്ട് വരുമോ അന്നൊന്നും ഒന്നും കിട്ടൂല. അല്ലാതെ വെറുതെ എവിടെയെങ്കിലും പോകുമ്പോൾ ജസ്റ്റ് ഒന്ന് കയറിയിട്ട് നോക്കുമ്പോഴത്തേക്ക് അപ്പോഴത്തേക്ക് വേണമെന്ന് തോന്നും. അപ്പോൾ പിന്നെ വാങ്ങുമില്ല. അങ്ങനെയാണ് എപ്പോഴും സംഭവിക്കുന്നത്. വീട്ടിൽ നിന്ന് വരുമ്പോൾ ഫുഡ് കഴിച്ചിട്ട് വന്നതുകൊണ്ട് എനിക്ക് ഇവിടുന്ന് അങ്ങനെ ഒന്നും കഴിക്കണമെന്ന് തോന്നിയിട്ടില്ല. പക്ഷേ കേക്ക് കണ്ടിട്ടായിട്ടും എനിക്കെന്തോ ഓക്കെ കഴിക്കണമെന്ന് തോന്നി. കുറേ ദിവസമായി കേക്ക് കഴിച്ചിട്ടും. അപ്പോൾ പിന്നെ ഒരു കേക്ക് വാങ്ങിയിട്ട് കഴിച്ചു അവിടുന്ന്. അവിടെ പിന്നെ കുറേ സമയം ഞാനങ്ങനെ നിന്നിട്ടില്ല. അവിടെ പിന്നെ എനിക്ക് വിചാരിച്ച സാധനം കിട്ടാത്തതുകൊണ്ട് ഞാൻ വേഗം അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ഞാൻ നേരെ പോയത് ഹോളണ്ട് വില്ലേജിലേക്കാണ് കേട്ടോ. അപ്പോൾ പുങ്കോലിൽ നിന്ന് ഞാൻ കയറിയിട്ട് സെറാങ്കുണ്ടിൽ ഇറങ്ങിയിട്ട് സെറാങ്കുണ്ടിൽ നിന്ന് മാറിയിട്ട് സർക്കിൾ ലൈനിൽ കയറണം കേട്ടോ. ഞാൻ ഈ സർക്കിൾ ലൈനൊന്നും പൊതുവേ പോലില്ല, കാരണം നമുക്ക് അതിൽ പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ പോവാം, എന്താവും നോക്കുക എത്തുമോ ഇല്ലേ. അങ്ങനെയാണ്. അപ്പോൾ എപ്പം കുട്ടുണ്ടാകുമ്പോൾ ഞാൻ ഈ പോകുന്ന വഴിയും ഒന്നും ശ്രദ്ധിക്കലില്ല. കാരണം ഓനുണ്ടല്ലോ ഓൻ നോക്കുമല്ലോ. ഇപ്പോഴാണ് ഞാനൊക്കെ മാപ്പെല്ലാം നോക്കി അതിൻ്റെ ആരോ മാർക്കെല്ലാം നോക്കി ഒന്ന് പോവാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോയത്.
ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എനിക്ക് ഇവിടുത്തെ സ്ഥലമൊന്നും വലിയ പരിചയമില്ല. പക്ഷേ ഈ കാണുന്ന ബേർഡ്സ് ഓഫ് പാരഡൈസ് ഞാൻ കണ്ടിട്ടുണ്ട് വീഡിയോസിൽ. അവിടെ നല്ല ഐസ്ക്രീം കിട്ടും കേട്ടോ. പക്ഷേ എനിക്ക് പോയിട്ട് കഴിക്കാൻ പറ്റില്ല, കാരണം ഒടുക്കാത്ത തിരക്കായിരുന്നു അവിടെ. അതുകൊണ്ട് ഞാനവിടെ പോയിട്ടില്ല. അപ്പോൾ ഗൈസ് ഇത്രയേ ഉള്ളൂ എൻ്റെ സോളോ ഡേറ്റിൻ്റെ വിശേഷം. അപ്പം എനിക്കെന്തായാലും ഇഷ്ടപ്പെട്ടു ഇങ്ങനെ സോളോ ആയിട്ട് വന്നത്. ഇനിയും ഇതേപോലെ വേറെ സ്ഥലങ്ങളിലെല്ലാം പോകണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. അപ്പോൾ സമയം കിട്ടുന്ന പോലെ ഞാൻ പോയിട്ട് വീഡിയോ ഇടുന്നതായിരിക്കും കേട്ടോ. പിന്നെ ഞാൻ കുറേ സമയം അവിടെ നിന്നിട്ടില്ല. അവിടെ ഞാൻ വേഗം വീട്ടിലേക്ക് പോയി, കാരണം ഓൾറെഡി മഴ പിടിക്കുന്നുണ്ടായിരുന്നു. വെച്ച് വേഗം വീട്ടിലേക്ക് പോകാമെന്ന് അങ്ങനെ ഞാൻ തിരിച്ച് വീട്ടിലേക്ക് വന്നു. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എന്തായാലും ലൈക്കും കമൻറ്റും ചെയ്യുക. ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.